GCCയെ സമഗ്രമായി ബാധിച്ച ഈ പശ്ചിമേഷ്യയിലെ യുദ്ധ സന്ദർഭത്തിൽ വളരെ സമർത്ഥമായും സ്ട്രാറ്റജിക്കായും ഈ യുദ്ധത്തെ കൈകാര്യം ചെയ്ത രാജ്യങ്ങളിലൊന്ന് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ അത്തരമൊരു സ്ട്രാറ്റജിക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ MBSനെ പോലെ ഒരാളിൻ്റെ കുശാഗ്രബുദ്ധിയും കൗശലവും കരുത്തും വളരെ കൃത്യമായി പ്രകടമായിരുന്നു. അത് വ്യക്തമായത് ചില കാരണങ്ങളിലൂടെയാണ്. അതിൽ ഒരു കാരണം സൈനിക താവളങ്ങളുടെ കാര്യത്തിൽ എന്നും സൗദി അറേബ്യ സ്വീകരിച്ച ഒരു തന്ത്രപരമായ അകലമാണ്. സൗദി അറേബ്യ GCC രാജ്യങ്ങളിൽ ഏറ്റവും മേൽക്കൈയുള്ള തലയെടുപ്പുള്ള രാജ്യമാണെങ്കിൽ പോലും അവർ ഈ ഖത്തറിലൊക്കെ ചെയ്തതുപോലെ വളരെ വലിയ സൈനിക ബേസുകളൊന്നും അമേരിക്കയ്ക്ക് അനുവദിക്കാൻ അവസരം നൽകാതെ കൃത്യമായ ഒരകലം പാലിച്ചാണ് അവർ നിന്നതെല്ലാം. അതുവഴി തങ്ങൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ സഖ്യകക്ഷിയാണ് എന്ന് അവർക്ക് തോന്നുമ്പോഴും അവരേതെങ്കിലും തരത്തിൽ തങ്ങളുടെ അതിർത്തിയെ വേറെ ഏതെങ്കിലും അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ അവസരം നൽകാതിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എബ്രഹാം അക്കോർഡ് അടക്കമുള്ള സംഗതിയൊക്കെയായി രംഗത്ത് വരുമ്പോഴും, അല്ലെങ്കിൽ ഇടയ്ക്കിടെ യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നെ അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ സന്ദർശനം നടത്തി പല വലിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമ്പോഴും ഇസ്രയേലിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് MBS അതിലേക്ക് ഫലസ്തീനെ കൊണ്ടുവന്ന് അതൊരു പരമ്പരാഗതമായി സൗദി അറേബ്യ പുലർത്തിപ്പോരുന്ന ഒരു നിലപാടിനെ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് സംസാരിക്കാറുള്ളത്. രണ്ടാമത് അവർ ചെയ്തൊരു കാര്യം, ഭൂമിശാസ്ത്രപരമായ അവരുടെ ഒരു വലിപ്പത്തെ വളരെ സമർത്ഥമായി ഉപയോഗിച്ച് ഈ തങ്ങളുടെ തന്ത്രപ്രധാനമായ മേഖലകളെയൊക്കെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു മനോഹരമായ ശക്തമായ ഒരു പൈപ്പ് ലൈൻ സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് ഹോർമസ് കടലിടുക്ക് അടഞ്ഞപ്പോൾ ഖത്തറും കുവൈറ്റുമൊക്കെ പ്രതിസന്ധിയിലായെങ്കിലും ഈ പറയുന്ന സൗദി അറേബ്യയ്ക്ക് ആ പ്രതിസന്ധി ഉണ്ടായില്ല. സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ ഈ പൈപ്പ് ലൈൻ വഴി ചെങ്കടൽ തീരത്തെ യാംബു പോർട്ടിലെത്തിച്ച് അവിടെ നിന്ന് യൂറോപ്പിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ സുരക്ഷിതമായി കയറ്റി അയക്കാനുള്ള ഒരു സംവിധാനം അവരൊരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും കുറവ് സാമ്പത്തിക ഇമ്പാക്റ്റ് ഈ പറയുന്ന യുദ്ധത്തിൽ സൗദി അറേബ്യയ്ക്കുണ്ടായത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇറാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചാനലുകൾ എല്ലാ അർത്ഥത്തിലും അവർ സജീവമാക്കി നിർത്തിയിരുന്നു. പൂർണ്ണമായി ഒരിക്കലും അവർ ഇറാനുമായി അകലം പാലിച്ചില്ല. എന്ന് മാത്രമല്ല, ഖത്തർ വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോൾ ഈ ഇറാനെയൊക്കെ ചേർത്ത് പിടിക്കാനും മിഡിൽ ഈസ്റ്റിലൊരു അനാവശ്യമായ സംഘർഷം ഒഴിവാക്കാനും MBS വളരെ കൃത്യമായി ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായ ഒരു അമേരിക്കൻ പക്ഷപാതി എന്നുള്ള നിലയിലേക്ക് ഒരിക്കലും സൗദി അറേബ്യയെ ഈ സൗദി അറേബ്യൻ ഭരണകൂടം കൊണ്ടുപോയില്ല. പിന്നെ നാലാമത്തെ കാര്യം, ഈ യുദ്ധം കാരണം എണ്ണവില വല്ലാണ്ട് കൂടും എന്ന് അമേരിക്ക പ്രതീക്ഷിച്ചപ്പോൾ സൗദി അറേബ്യ റഷ്യയുമായി ചേർന്ന് ഒരു OPEC+ എന്ന തരത്തിൽ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളുമായി ആലോചിച്ച് എണ്ണ വിപണി നന്നായി മാനേജ് ചെയ്തു. അതായത് പ്രതിദിനം 10 മില്യണിൽ നിന്ന് 6.8 മില്യൺ ബാരലിലേക്ക് ബോധപൂർവം കുറച്ചു കൊണ്ടുവന്ന് ആഗോള വിപണിയിൽ എണ്ണവില അനിയന്ത്രിതമായി ഇടിയാതെയോ കൂടാതെയോ വളരെ തന്ത്രപരമായി റഷ്യയുമായി ചേർന്ന് അവർ ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ചുരുക്കത്തിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്, മിഡിൽ ഈസ്റ്റിലൊരു യുദ്ധത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ അവർക്ക് എന്നു മുതലേ ഉള്ള പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു ആൾട്ടർനേറ്റീവ്സൊക്കെ ബിൽഡ് ചെയ്തത്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് GCC രാജ്യങ്ങൾ ഇത്തരമൊരു ഏറ്റുമുട്ടൽ പ്രതീക്ഷിക്കും. എത്ര ഉടമ്പടി ഉണ്ടാക്കിയാലും ഇസ്രയേലും ഇറാനും തമ്മിലുള്ളൊരു യുദ്ധം ഏത് സന്ദർഭത്തിലും അനിവാര്യമാകും വിധമാണ് പശ്ചിമേഷ്യയിലെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് പൊസിഷനിങ്. അതുകൊണ്ട് തന്നെ അതുകൂടി മുന്നിൽ കണ്ടാവും ഇനിയുള്ള കാലം ഇവർ പരിപാടികൾ ആസൂത്രണം ചെയ്യുക.